നമസ്കാരം. കടത്തനാടൻ മണ്ണിലെ വീരാംഗന ശ്രീമതി കെ ശൈലജ ടീച്ചർ രംഗത്തുണ്ടാകുമോ, ആരെങ്കിലുണ്ടാകുമോ, അതോ അണിയറയിൽ നിന്നുകൊണ്ടാണോ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത്? ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ സീറ്റ് ശൈലജയ്ക്ക് ലഭിക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മട്ടന്നൂർ സീറ്റാണ് കേരളത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി ശ്രീ പിണറായി വിജയന് ധർമ്മടത്ത് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ജനകീയ അംഗീകാരം ലഭിച്ചുകൊണ്ട് നിയമസഭയിൽ എത്തിച്ച മുൻ ആരോഗ്യമന്ത്രി, കോവിഡ് കാലത്ത് കേരളത്തെ സംരക്ഷിച്ചു നിർത്തിയ ഖ്യാതിയുള്ള ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ ജയിച്ചു വന്നത്. ആ ശൈലജ ടീച്ചറിനെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്, CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, പൂർണ്ണ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ടേം വ്യവസ്ഥ പാലിക്കപ്പെടണം, മറ്റുള്ളവർക്ക് അവസരം ലഭിക്കണം. 2 തവണ അടുപ്പിച്ച് ശൈലജ ടീച്ചർ അതേ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. 3-ാം തവണയും ഒരുപക്ഷെ ശൈലജ ടീച്ചർ നിന്നാലും ആര് നിന്നാലും ആ മണ്ഡലം ജയിച്ചു വരും, മട്ടന്നൂർ മണ്ഡലം. എങ്കിൽ പുതിയൊരാളിന് അവസരം കൊടുത്തുകൂടെ എന്നാണ് പറയുന്നത്. AN ഷംസീറിനും തലശ്ശേരിയിൽ അതേ നിബന്ധന ബാധകമാകും. അവിടെയും ജയിച്ചു വരും, CPM ജയിച്ചു വരും എന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇതേ നിബന്ധന ശ്രീ പിണറായി വിജയന് ബാധകമാകുന്നില്ല ധർമ്മടത്ത്? അത് ന്യായമായ ചോദ്യമല്ലേ? അതേക്കുറിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിന് ഒന്നും പറയാനാവില്ല. കാരണം ശ്രീ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതുകൊണ്ട് അതൊക്കെ പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുമെന്നാകാം, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നാകാം, അല്ലെങ്കിൽ അത് തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കില്ല, ജില്ലാ സെക്രട്ടേറിയറ്റിനില്ല എന്ന ഒരു നിലപാടാകാം CPM-ൻ്റേത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ വീഡിയോയുടെ ഇതിവൃത്തം ശൈലജ ടീച്ചറിനെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്തെങ്കിലും കൂടുതൽ അർത്ഥതലങ്ങൾ വായിച്ചെടുക്കാനാവുമോ? സമാനമായി ഏതാനും ഒഴിവാക്കലുകൾ എല്ലാം നടക്കുന്നുണ്ട്. മറ്റൊന്ന് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ G. സുധാകരൻ ഒരുപക്ഷെ മത്സരിക്കാൻ സന്നദ്ധനായതാണ്. ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചതുമാണ്. പക്ഷേ മാറ്റി നിർത്തിയവർ മാറ്റി നിർത്തപ്പെട്ടവരാണ്, കല്ലെ പിളർക്കുന്ന ഒരു ശാസനയാണ് അങ്ങനെ വന്നത് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് TM തോമസ് ഐസക്, G. സുധാകരൻ, അങ്ങനെ വലിയ തിളക്കത്തിൽ നിന്ന മുൻ മന്ത്രിമാർ പ്രായപരിധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടും മുൻപ് അവസരങ്ങൾ ലഭിച്ച കാര്യം പറഞ്ഞുകൊണ്ടും മാറ്റി നിർത്തി പുതിയൊരു ടീമിനെ, ഹോൾ ന്യൂ ഫ്രഷ് ടീം വിത്ത് ഫ്രഷ് ഫേസസ്, അതാണല്ലോ പിണറായി വിജയൻ 2.0 മന്ത്രിസഭയുടെ പ്രത്യേകത. എല്ലാ മന്ത്രിമാരും മാറി, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒഴികെ. അദ്ദേഹത്തിന് പ്രായം ബാധകമല്ല, പല കാര്യങ്ങളും ബാധകമല്ല. കാരണം നിർണായക ഘട്ടത്തിൽ കേരളത്തെ നയിക്കാൻ 2 ചങ്ക് ആവശ്യമാണ്. ഇരട്ട ചങ്കനായ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി വീണ്ടും മത്സരിച്ചെങ്കിൽ മാത്രമേ CPM-ന് അധികാരത്തിൽ വരാനായി, LDF-ന് അധികാരത്തിൽ വരാനാവൂ. LDF-നെ ഒരുമിച്ച് നിർത്തുന്ന ചാലകശക്തി അദ്ദേഹമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് എന്നത് കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എങ്കിൽ പോലും ചില രീതികളൊക്കെ, ചില കുത്തക മുതലാളിത്ത രീതികളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാലിക്കുന്നു. തിരഞ്ഞെടുപ്പല്ലേ, ജയിച്ചു വരിക എന്നാണ് പ്രധാനം. അവിടെ ഒരു നിയന്ത്രണം വേണം. ആ നിയന്ത്രണം ഇപ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തി ഒരു ബാധ്യതയാകുന്നുണ്ടോ പാർട്ടിക്കും മുന്നണിക്കും? കാരണം ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ, മൊത്തത്തിലുള്ള വികാരത്തേക്കാൾ കൂടുതലാവാം ഒരുപക്ഷെ മുഖ്യമന്ത്രി വിരുദ്ധ ഒരു ചിന്ത. മുഖ്യമന്ത്രി വിരുദ്ധ ചിന്ത എന്ന് പറയുന്നത് അത്ര നല്ലതിനല്ല. മറ്റൊരു സാധ്യത, ഇപ്പം കഴിഞ്ഞ തവണ ഒരുപാട് MLA-മാരെ മാറ്റി പരീക്ഷിച്ചു. അതൊരു ഗുണമാണ്. ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കാനുള്ള ഒന്നാന്തരം ഒരു അവസരമാണ്. ഈ കണ്ടു പരിചയിച്ച മുഖങ്ങളെ മാറ്റി നിയോജക മണ്ഡലങ്ങളിൽ ഫ്രഷ് ഫേസൽ കൊണ്ടുവരിക, മന്ത്രിസഭയിൽ പുതിയ ഫേസൽ കൊണ്ടുവരിക. നല്ലൊരു നീക്കമാണ്. അത് പ്രമുഖദർശിയെ തെറ്റൊന്നും കാണാനാവില്ല. പക്ഷേ പുതിയതായി വന്ന മന്ത്രിമാർ, ശ്രീമതി വീണ ജോർജ് ഉൾപ്പെടെ പുതിയതായി വന്ന മന്ത്രിമാർ മുൻകാലങ്ങളിൽ 1-ാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അത്രയും ഒരു സ്റ്റേച്ചർ ഉണ്ടായിരുന്നോ, ജനകീയ അംഗീകാരം ഉണ്ടായിരുന്നോ? ഇത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് ഇപ്രാവശ്യം ടേം നിബന്ധന, 2 ടേം അടുപ്പിച്ച് മത്സരിച്ചവർക്ക് 3-ാം ടേം ഉണ്ടാവില്ല എന്നത് വെള്ളം ചേർത്തിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും, തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും 2 ടേം മത്സരിച്ച് വിജയിച്ച MLA-മാർ വീണ്ടും മത്സരരംഗത്തിറങ്ങുന്നു. കാരണം അവർ നിന്നെങ്കിൽ മാത്രമേ ജയിക്കൂ എന്ന അവസരമാണ്. അപ്പോൾ അത് മനസ്സിലാകാത്ത കാര്യമാണ്. 5 വർഷം മുൻപ് അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്താ ഇങ്ങനെ? ഇതൊക്കെ വലിയ
നിഗൂഢമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് സംശയം ജനിക്കുന്ന ചില വ്യക്തികളെ മനഃപൂർവ്വമായി ഒഴിവാക്കി നിർത്തി ചില വ്യക്തികളെ മാത്രം, ഇറാൻ മൂളികളെ മാത്രമായി സംഘടിപ്പിച്ചെടുക്കുക, അതിന് തക്ക ഒരു പാർട്ടി സംവിധാനം ഒരുക്കുക, ഇതിൻ്റെ ഭാഗമായിട്ടാണോ? നോക്കൂ, സ്വാഭാവികമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വാഭാവികമായി LDFനെ സ്നേഹിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് LDF അധികാരത്തിൽ വരണമെന്നാണ്. പക്ഷെ അവരും മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഒരു രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മറികടക്കാൻ ഏറ്റവും ഉചിതം മറ്റൊരു സ്വീകാര്യമാകുന്ന, സർവ്വഥാ സ്വീകാര്യമാകുന്ന ഒരു ഫേസ്, ഒരു നേതൃത്വം പ്രൊജക്റ്റ് ചെയ്യുക. അങ്ങനെ വന്നാൽ ഇപ്പോഴത്തെ നിലയിൽ CPMൽ തലയെടുപ്പ് കൊണ്ടും വിശ്വാസ്യത കൊണ്ടും പൊതുജന അംഗീകാരം കൊണ്ടും ഏറ്റവും അധികം സാധ്യതയുള്ള ഫേസാണ് ശ്രീമതി KK ശൈലജ ടീച്ചറിൻ്റേത്. അതിമാനുഷ കഴിവൊന്നും ഉള്ളതുകൊണ്ടല്ല, വലിയ ധിഷണാശാലി ആയതുകൊണ്ടല്ല, മറിച്ചൊരു സന്നിഗ്ധ ഘട്ടത്തെ വളരെ സമചിത്തതയോടെ, കോവിഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കൈകാര്യം ചെയ്ത ഒരാൾ. ഇപ്പോൾ അത് പറയുന്നു, PR വർക്കിൻ്റെ വലിയ സാധ്യതകളെ ആദ്യം കണ്ടെത്തിയ കേരളത്തിലെ രാഷ്ട്രീയക്കാരിയാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്നു. ആ PR വർക്കിന് സാധ്യത കണ്ടെത്തിയത് കൊണ്ടാണല്ലോ ശ്രീ പിണറായി വിജയൻ ഈ പ്രധാനപ്പെട്ട TV ടൈം, പ്രൈം ടൈം മുഖമായി മാറിയത്. ശൈലജ ടീച്ചറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ആ കേരളത്തോട് സംവദിക്കാനുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസവും അത് കണ്ടു. മിണ്ടിയും പറഞ്ഞും കളിച്ചിരികൾ പറഞ്ഞ് ശ്രീ മോഹൻലാലുമായി, പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മഹാനടൻ മോഹൻലാലുമായി കളിച്ച് ചിരിച്ചുല്ലസിച്ച് രസകരമായ നർമ്മ സല്ലാപങ്ങളിൽ ഏർപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന ഇമേജ് PR എക്സസൈസാണ്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവും പക്വതയും വിവേകവും എല്ലാം ഉള്ളവരാണ് മലയാളികൾ. അതാണ് മലയാളത്തിൻ്റെ, കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ഒരു പ്രബുദ്ധതയാണത്. ഇതൊക്കെ ഒരു വശത്ത് ആസ്വദിക്കും. മോഹൻലാൽ അല്ലേ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, സന്തോഷം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ, സന്തോഷം. പക്ഷേ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലെ ആളുകൾ. അതുകൊണ്ടാണ് PR എക്സസൈസുകൾ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തിയ KK ശൈലജയെ കണ്ണിലെ കരടായി ഒരുപക്ഷെ പിണറായി വിജയൻ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടു എന്ന് തെളിയിക്കാൻ കൃത്യമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ പൊതുവെ വിശ്വാസമാണത്. മറ്റൊരു അധികാര കേന്ദ്രം, മറ്റൊരു താരം ഈ തിരക്കഥയിൽ വേണ്ട. ഞാനാകുന്നു താരം, ഞാൻ മതിയാവും, എൻ്റെ ഒറ്റ കരുത്തിലാണ് വീണ്ടും ജയിച്ചു വന്നത്, എങ്കിൽ ഒരംഗത്തിനുള്ള ബാല്യം കൂടി എനിക്കുണ്ട് എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംവിധായകരോട് പറയുന്നതായി തോന്നുകയാണ്. അതുകൊണ്ടാണ് പ്രമുഖ മുഖങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. അപ്പോൾ നോക്കൂ, KK ശൈലജ ടീച്ചർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ വലിയ പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ മുന്നിൽ KK ശൈലജ ടീച്ചർ 1,00,000-ലധികം വോട്ടിനാണല്ലോ വടകരയിൽ തോറ്റത്. അങ്ങനെയെങ്കിൽ ഒരു നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു നല്ല പോരാട്ടം പോലും കാഴ്ചവെക്കാനാവാതെ കീഴടങ്ങിയ ഒരു ചരിത്രവും ശൈലജ ടീച്ചറിനുണ്ടല്ലോ. പക്ഷേ മൊത്തത്തിൽ ഉള്ള ഒരു കാര്യം, ആരും തന്നെ ശൈലജ ടീച്ചറിനെ വ്യക്തിപരമായോ ആദർശപരമായോ എതിർക്കുന്നവരില്ല. ഒരു അഴിമതി കാര്യം ഉണ്ട്. പിന്നെ ഈ സൂചി വാങ്ങിച്ചതിൽ, പഞ്ഞി വാങ്ങിച്ചതിൽ, കയ്യുറ വാങ്ങിച്ചതിലൊക്കെ അഴിമതി ആരോപിക്കുന്നവരുണ്ട് കോവിഡ് കാലത്ത്. പക്ഷേ അതൊക്കെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ്. ഇപ്പോൾ വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ 100-1 പോലും ശൈലജ ടീച്ചർ നേരിട്ടിട്ടില്ല, തെരുവിലോ അല്ലാതെയോ നേരിട്ടിട്ടില്ല എന്ന നിസ്തർക്കമാണ്. അതുകൊണ്ട് ഒരു ബ്രേവ് ഫേസ് പുട്ടപ്പ് ചെയ്യാൻ ലഭിച്ച ഒന്നാന്തരം അവസരമാണ് ചില തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തരായ ചില നേതാക്കളുടെ പ്രേരണയും ചിന്തയും ഇല്ല എന്ന് പറയാനാവുമോ? ഉണ്ടെന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത് വേണമെങ്കിൽ പറയാം. ഇനി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കട്ടെ, അവർ സംസ്ഥാന സെക്രട്ടറിയിലെ അംഗമാണ്, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഇനി തീരുമാനിക്കട്ടെ എന്ന നിലയിലേക്ക് ഇപ്പോൾ പന്ത് വെച്ച് അവസാനം ഒരുപക്ഷെ ധർമ്മടം ഇവിടുന്ന് മാറ്റി, മട്ടന്നൂരിൽ നിന്നും മാറ്റി ഒരുപക്ഷെ പേരാവൂരിൽ, നേരത്തെ കേട്ടു ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ ഒരു ശക്തമായ കാൻഡിഡേറ്റ് വേണം, പേരാവൂരിലേക്ക് ശൈലജ ടീച്ചറിനെ മാറ്റി അവിടെ മത്സരിപ്പിച്ചാലോ എന്നൊരു ചിന്ത കേട്ടു. അതൊക്കെ ആത്മഹത്യാപരമല്ലേ? ചീറിപ്പാഞ്ഞ് വരുന്ന ഒരു റെയിൽവേ എഞ്ചിന് മുമ്പിൽ വിരുമാറ് കാട്ടി നിൽക്കുന്നതിനെ ധൈര്യമെന്ന് പറയാനാവുമോ? അതൊക്കെ കോൺഗ്രസിൻ്റെ കുടിയേറ്റ മേഖലയാണ്, കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ്. സണ്ണി ജോസഫിന് ജയിച്ചു വരാവുന്നൊരു സാഹചര്യമാണ്. അവിടേക്ക് ഒരിക്കൽ കൂടി ശൈലജ ടീച്ചറിനെ ഉപദ്രവിക്കേണ്ട കാര്യം. ഷാഫി പറമ്പിലിൻ്റെ മുന്നിലേക്ക് ഇപ്പം ഓൾറെഡി വലിയ ഭൂരിപക്ഷം ജയിച്ചു നിന്ന ഒരാളിനെ പ്രതിച്ഛായ കളയാൻ വേണ്ടിയാണ് വടകരയിൽ മത്സരരംഗത്ത് ഇറക്കിയത് എന്ന് ചിന്തിക്കുന്നവർ അനേകരാണ്.
പക്ഷേ മറ്റൊരു മണ്ഡലത്തിലേക്ക്, തലശ്ശേരിയിലേക്കോ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലേക്കോ മാറാൻ പോലും ശൈലജ ടീച്ചർ തയ്യാറല്ല എന്നാണ് ശൈലജ ടീച്ചറിനോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് ശൈലജ ടീച്ചർ മാറിയാലും അത്ഭുതപ്പെടാനില്ല. നോക്കൂ, വിനാശകാലെ വിപരീത ബുദ്ധി എന്നതാണ് ഏറ്റവും തലയെടുപ്പുള്ള, ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള, ഏറ്റവും ജനസമ്മതിയുള്ള, ഏറ്റവും സ്വീകാര്യരായ നേതാക്കളെ രംഗത്തിറങ്ങാൻ കിട്ടുന്ന ഒന്നാന്തരം അവസരമാണ് CPM നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെക്കുറിച്ച് ചുക്കും അറിയില്ല എന്ന് പാർട്ടി വീണ്ടും വീണ്ടും പറയുന്നു. അത് പറയുന്ന പാർട്ടിയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. ഈ പാർട്ടിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ജനങ്ങൾക്കറിയാം. അറിയുന്നതെല്ലാം അത്ര ശുഭകരമായ കാര്യങ്ങളല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ജനങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നിടത്താണ് CPMൻ്റെ അറിവുകളുള്ളത്. അതുകൊണ്ടാണ് CPM ഇനിയും സമയം വൈകിട്ടില്ല, പുനർവിചിന്തനത്തിനുള്ള സമയമുണ്ട്. CPMനെ ഉപദേശിക്കാൻ ആരും വളർന്നിട്ടില്ല. പക്ഷേ തീർച്ചയായും കേരളത്തിൽ നല്ലൊരു ഫൈറ്റ് എല്ലാവരും പ്രതീക്ഷിക്കും. UDF, LDF, BJP ഒരു ഫൈറ്റ് പ്രതീക്ഷിക്കും. ഈ ഫൈറ്റിൽ ഒരു ഊർജ്ജമുണ്ടാകണമെങ്കിൽ ക്രെഡിബിൾ ഫേസസ് ഉണ്ടാകണം, കാതലായ വിഷയങ്ങൾ ഉണ്ടാവണം. കാതലായ വിഷയങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഉജ്ജ്വലരായ നേതൃത്വം ഉണ്ടാവണം. ആ നേതൃത്വത്തിൻ്റെ അഭാവത്തിൽ ഒരു ജീരിയാട്രിക് ലീഡർഷിപ്പ് അത് CPMന് തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ ബാധ്യതയാകും എന്ന നിരീക്ഷണത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.